Hello, welcome to my channel. It's me Anagha and welcome to Anagha's Study World. അപ്പോൾ നമ്മൾ ഇവിടം വരെയാണ് സോഷ്യൽ സയൻസ് പഠിച്ചത്. നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. കാലിഫേറ്റ് റൂൾ വരെയാണ് നമ്മൾ നോക്കിയത് അല്ലേ? The successors of Prophet Muhammad who came to power after his death were known as caliphs. ആദ്യം തന്നെ ഇവിടെ പറയുന്നത് ആരെയാണ് കാലിഫ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കാലിഫേറ്റ് റൂളിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സക്സസേഴ്സ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് ഹു കെയിം ടു പവർ ആഫ്റ്റർ ഹിസ് ഡെത്ത്, അതായത് പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഡെത്തിന് ശേഷം അവിടെ ഭരിക്കാൻ വേണ്ടി വന്ന റൂള് ചെയ്യാൻ വന്നിട്ടുള്ള ആ ഒരു ആളെയായിരിക്കും നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? കാലിഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ പറഞ്ഞത്? കാലിഫ്സ് തിക്നെസ് കുറച്ച് കൂടുതലല്ലേ? ഓക്കെ, നോക്കാം. ദ സക്സസേഴ്സ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ്, അതായത് പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ശേഷമല്ല, ഹു കെയിം ടു പവർ ആഫ്റ്റർ ഹിസ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ ഡെത്തിന് ശേഷം പവറിൽ വന്നിട്ടുള്ള, അധികാരത്തിൽ വന്നിട്ടുള്ള ആൾക്കാരെയാണ് എങ്ങനെ വിളിക്കുന്നത്? കാലിഫ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദയർ റൂൾ ഈസ് കോൾഡ് ദ കാലിഫേറ്റ്. കാലിഫത്ത് അല്ലെങ്കിൽ കാലിഫേറ്റ് എന്ന് വായിക്കാം. അവരുടെ ആ ഒരു നിയമത്തെ, അവരുടെ ആ ഒരു റൂളിനെ നമ്മൾ എങ്ങനെ വിളിക്കുന്നു? കാലിഫേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പം ഇത്രയും മനസ്സിലായല്ലോ. കാലിഫ്സിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, അവരാരാണ് എന്നുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ദ കാലിഫ്സ് വാസ് ബോത്ത് ദ റിലീജിയസ് ലീഡർ ഓഫ് ഇസ്ലാം, അതായത് ഇസ്ലാംസിൻ്റെ റിലീജിയസ് ലീഡറാണ് അവർ. അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ അറബ് സ്റ്റേറ്റ്, അറബ് സ്റ്റേറ്റിൻ്റെ ഹെഡും കൂടിയാണ് ഈ ഒരു കാലിഫ് എന്ന് പറയുന്ന ആള് ആവുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഫസ്റ്റ് 4 കാലിഫ്സ്, ആദ്യത്തെ 4 കാലിഫമാരുടെ കാലത്ത്, ദ ക്യാപിറ്റൽ ഓഫ് ദ അറബ് എംപയർ വാസ് മെദീന, അതായത് അറബ് എംപയറിൻ്റെ, അറബ് സാമ്രാജ്യത്തിൻ്റെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്ന, ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് മെദീനയായിരുന്നു. ആദ്യത്തെ 4 കാലിഫിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ 4 കാലിഫിൻ്റെ സമയത്ത് അറബ് എംപയറിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? മെദീനയായിരുന്നു. അപ്പം ആരൊക്കെയാണ് ആ ഏർലി കാലിഫ്സ് അല്ലെങ്കിൽ ആദ്യം വന്ന കാലിഫമാരെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെയാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. 4 പേരാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഇവർ 4 പേരുമാണ് ആദ്യത്തെ 4 കാലിഫമാർ അല്ലെങ്കിൽ ദ ഏർലി കാലിഫ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. കാലിഫേറ്റ് റൂൾ. The successors of Prophet Muhammad who came to power after his death were known as caliphs. Their rule is called caliphate. അവരുടെ റൂളിനെ എന്താണ് വിളിക്കുന്നത്? കാലിഫേറ്റ് എന്നാണ് വിളിക്കുന്നത്. അവരുടെ റൂളിനെ എന്താണ് വിളിക്കുന്നത്? കാലിഫേറ്റ് റൂൾ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ കാലിഫിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എന്തുവായിരുന്നു എന്ന് ചോദിച്ചാൽ, ദ കാലിഫ് വാസ് ബോത്ത് ദ റിലീജിയസ് ലീഡർ ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ റിലീജിയസ് ലീഡർ ആയിരിക്കും. അതുപോലെ തന്നെ ആരും കൂടിയാണ്? ഹെഡ് ഓഫ് ദ അറബ് സ്റ്റേറ്റ്, അറബ് സ്റ്റേറ്റിൻ്റെ ഹെഡും കൂടി ആയിരിക്കും. ഓക്കെ, അത്രയും മനസ്സിലായോ? പിന്നെ നമ്മൾ പറഞ്ഞതാണ് ആദ്യത്തെ ആ ഒരു 4 കാലിഫമാരുടെ കാലഘട്ടത്തിൽ അറബ് എംപയറിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? മെദീനയായിരുന്നു. ആരാണ് ആദ്യത്തെ ഏർലി കാലിഫ്സ്? 4 പേര്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഇങ്ങനെ 4 പേരാണ് ഉള്ളത്. ഉമയ്യദ് ഡൈനാസ്റ്റി, അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഉമയ്യദ് വംശം. മുവാവിയ, the governor of Syria, seized power following the insecurity that arose after the death of 4th Caliph Ali.
The dynasty he founded was the Umayyad dynasty. They moved the capital to Damascus in Syria. Abdul Malik, the caliph of the Umayyad dynasty, emphasized Arabhood. Let's examine them. Made Arabic the official language, implemented the Islamic currency system, built the Dome of Rock in Jerusalem. ഓക്കെ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ലാസ്റ്റ് പറയുന്നത് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഉമ്മയ്യദ് ഡൈനാസ്റ്റിയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്ന 3 ഇനി എന്താണ് ഈ ഉമ്മയ്യദ് ഡൈനാസ്റ്റി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഇവിടെ കൊടുത്തുള്ളത്. നമ്മളപ്പോൾ വായിച്ചല്ലോ, ഇനി നമുക്കിതിൻ്റെ ഒരു അർത്ഥം ഒന്ന് നോക്കാം. അതായത് 4ാമത്തെ ഖലീഫയായിട്ടുള്ള അലിയുടെ മരണത്തിന് ശേഷം ഇസ്ലാമിക ലോകം ഭയങ്കര ഇങ്ങനെ എന്താ പറയുന്നത് വിഷമത്തിലൊക്കെ പോയി. ആ കാലത്താണ് സിറിയയുടെ ഗവർണറായിട്ടുള്ള മുവാവിയ അധികാരം ആ കയ്യിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ നിന്നാണ് ഇസ്ലാമിക് ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നത്. അതിൻ്റെ പേരാണ് ഉമയ്യദ് വംശം എന്ന് പറയുന്നത്. ഉമയ്യദ് വംശം അതായത് ഭരണത്തിൻ്റെ കേന്ദ്രം മദീനയിൽ നിന്ന് അവർ മാറ്റി സിറിയയിലെ ദമാസ്കസ് ആയിട്ട് മാറ്റി. നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞായിരുന്നു ഏതായിരുന്നു അറബിൻ്റെ ക്യാപിറ്റൽ? മെദീന. മെദീനയിൽ നിന്ന് മാറ്റിയിട്ട് അവരെങ്ങോട്ട് മാറ്റി? ദമാസ്കസിലേക്ക് മാറ്റി. സിറിയയിലെ ദമാസ്കസിലേക്ക്. അധികാരത്തിൻ്റെ ദിശ മാറി, ഭരണത്തിൻ്റെ മുഖവും മാറി, നല്ല രീതിക്ക് മാറ്റങ്ങൾ വന്നു. ഈ വംശത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഖലീഫയായിരുന്നു, നമുക്കറിയാം ആരാണ് ഖലീഫ എന്ന്. ഖലീഫ ആരാണ്? അറബ് സ്റ്റേറ്റിൻ്റെ ഹെഡാണ്, അതുപോലെ തന്നെ ഇസ്ലാമിക് ലീഡറാണ് അല്ലേ, റിലീജിയസ് ലീഡറാണ്, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുമല്ല പവറിൽ വരുന്നത് പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഫോളോവേഴ്സ് പിന്നെ പവറിൽ വന്നവരെയാണ് കാലിഫമാർ അല്ലെങ്കിൽ കാലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വംശത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു ഖലീഫ ആരായിരുന്നു? അബ്ദുൾ മലിക് ആയിരുന്നു. അബ്ദുൾ മാലിക് ആയിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആള് എന്ന് പറയുന്നത്. അദ്ദേഹം അറബീയതയ്ക്ക് ശക്തമായിട്ടുള്ളൊരു അടയാളം നൽകി. അതായത് അത്രയധികം അതിനെ പ്രോത്സാഹിപ്പിച്ചു, അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അറബിക്ക് ഇനി അത് ഭരണത്തിൻ്റെ ഒരു ഔദ്യോഗിക ഭാഷയായിട്ട് മാറ്റി അല്ലേ? അറബിക്ക് ഔദ്യോഗിക ഭാഷയായിട്ട് മാറ്റി. ഇതാണ് പറയുന്നത് ആദ്യത്തെ പോയിന്റ്. അറബിക്ക് അവർ ഔദ്യോഗിക ഭാഷയായിട്ട് മാറ്റി. സ്വന്തമായ ഇസ്ലാമിക നാണയ സംവിധാനം, അതാണ് ഈ കറൻസി സിസ്റ്റം, നാണയ സംവിധാനം, സ്വന്തമായിട്ടുള്ളൊരു നാണയ സംവിധാനമൊക്കെ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു അത്ഭുത നിർമ്മിതിയും കൂടെ ചെയ്തിട്ടുണ്ട്. ഏതാണത്? ജെറൂസലേമിലെ ഡോം ഓഫ് ദ റോക്ക്. ഇങ്ങനെ ഉമയ്യദ് വംശം ഇസ്ലാമിക ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു അടയാളമായിട്ട് തന്നെ മാറി അല്ലേ? നമുക്ക് ഇത്രയും കാര്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ അത് അതിൽ നിന്ന് മനസ്സിലാക്കി. ഇത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Abbasid. The Abbasid dynasty came into power under the leadership of Abul Abbas by overthrowing the Umayyad dynasty. They moved the capital from Damascus to Baghdad. The most important poet and scholar among them was Harun al-Rashid. ഏതൊക്കെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വരികൾ നോക്കാലോ? വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അബ്ബാസിദ് ഡൈനാസ്റ്റി കെയിം ഇൻ ടു പവർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്, ആരുടെ ലീഡർഷിപ്പിലാണ് ഇത് വന്നത്? അബുൽ അബ്ബാസ്. ബൈ ഓവർത്രോവിങ് ദ ഉമയ്യദ് ഡൈനാസ്റ്റി ദേ മൂവ്ഡ് ദ ക്യാപിറ്റൽ ഫ്രം, ക്യാപിറ്റൽ എവിടെ നിന്ന് എങ്ങോട്ടാക്കി? ദമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് ആക്കി. The most important poet and scholar among them was Harun al-Rashid.
ഹരുൺ അൽ റഷീദ്. ഓക്കെ, ഹരുൺ അൽ റഷീദിന്റെ ഇമേജ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കിക്കേ, കണ്ടോ? തിക്നെസ് എല്ലാത്തിൻ്റെ ഒരുപോലെ. ഓക്കെ. അബ്ബാസിദ് നമുക്കപ്പോൾ ഒന്ന് നോക്കാം അല്ലേ. Abbasid dynasty came into power under the leadership of Abul Abbas by overthrowing the Umayyad dynasty. They moved the capital from Damascus to Baghdad. The most important poet and scholar among them was Harun al-Rashid. നമുക്കിതൊരു കഥ പോലെ പഠിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കും. നല്ലൊരു കഥയായിട്ടങ്ങ് പഠിക്കാം അല്ലേ. ഒരു രസകരമായിട്ടുള്ളൊരു ഇതിൽ നോക്കാം. ഉമയ്യദ് ഭരണത്തിൻ്റെ അവസാനത്തോടെ ചരിത്രം വീണ്ടും ഒരു വലിയ മാറ്റത്തിനായിട്ട് തയ്യാറെടുക്കുന്നു. അബുൽ അബ്ബാസ് എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ഉമയ്യദ് വംശത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി അബ്ബാസിദ് വംശം ഭരണത്തിലേക്ക് എത്തുന്നു. ഭരണകേന്ദ്രവും ഇനി പഴയതുപോലെയല്ല. ദമാസ്കസിൽ നിന്ന് അത് മാറ്റി ബാഗ്ദാദിലേക്ക്. ബാഗ്ദാദ് വിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും പുതിയ കേന്ദ്രം. ഈ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരി ഹാരൂൺ അൽ റഷീദ്, ഒരു ശക്തനായ ഖലീഫ, അതിലുപരി ഒരു കവി, ഒരു പണ്ഡിതൻ. ഇത്രയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു കണക്ഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി നോർമലായിട്ടൊന്ന് നോക്കാം. അബ്ബാസിഡ് ഡൈനാസ്റ്റി പവറിൽ വന്നത് അബുൽ അബ്ബാസിൻ്റെ ലീഡർഷിപ്പിലാണ്, നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ്. ബൈ ഓവർ ത്രോവിങ് ദ ഉമയ്യദ് ഡൈനാസ്റ്റി. ഉമയ്യദ് ഡൈനാസ്റ്റിയെ വലിച്ചെറിഞ്ഞുകൊണ്ടെന്നാണ് അല്ലേ, അവരെ തോൽപ്പിച്ചുകൊണ്ട് വന്നവരാണ് ആര്? അബ്ബാസിദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ദേ മൂവ്ഡ് ദ ക്യാപിറ്റൽ ഫ്രം ദമാസ്കസ് ടു ബാഗ്ദാദ്. നമ്മൾ പറഞ്ഞായിരുന്നു ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ ദമാസ്കസിലേക്ക് ക്യാപിറ്റൽ മാറ്റി. മെദീനയിൽ നിന്നിട്ട് ദമാസ്കസിലേക്കാണ് ഇവിടെ മാറ്റിയത്. ഇവിടെ ദമാസ്കസിൽ നിന്ന് അബ്ബാസിദിൽ ദമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് പിന്നെയും മാറ്റി അല്ലേ. സ്ഥലം ഇങ്ങനെ മാറി മാറി പോവാം. അതിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയറ്റ്, ഒരു കവിയും ഒരു പണ്ഡിതനുമായിരുന്നു ആര്? ഹരുൺ അൽ റഷീദ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. ഭയങ്കര ഈസിയാണ്. ഒരു കാര്യം ഒരു 2-3 വട്ടം വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് ചിലപ്പോൾ മനസ്സിലാവും. അതായത് അബ്ബാസിഡ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അവർ അധികാരത്തിൽ വന്നത് ആരുടെ നേതൃത്വത്തിലാണ്? അബുൽ അബ്ബാസിൻ്റെ നേതൃത്വത്തിലാണ്. ആരെയാണ് ഇവർ തോൽപ്പിച്ചത്? ഉമയ്യദ് ഡൈനാസ്റ്റിയാണ്. ഇവർ എവിടുന്ന് എങ്ങോട്ടാണ് ക്യാപിറ്റൽ മാറ്റിയത്? ദമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിയും പണ്ഡിതനും ഒക്കെ ആരായിരുന്നു? ഹാരൂൺ അൽ റാഷിദ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കുക. അറബ് കോൺട്രിബ്യൂഷൻസ് ടു ദ വേൾഡ്. ലോകത്തിന് അറിവുകൾ നൽകിയ സംഭാവനകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ ലൈൻ വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു പോവാം, എളുപ്പമാവും. ദ അറബ് പീപ്പിൾ വേർ ദ വൺസ് ഹൂ ഹാഡ് ബിൽഡ് എ യുണീക്ക് കൾച്ചർ. അറബ് പീപ്പിൾ എങ്ങനെയുള്ളവരായിരുന്നു? ഒരു യുണീക്ക് കൾച്ചർ ബിൽഡ് ചെയ്തവരാണ് അല്ലേ. അറബ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ, ഒരു അതുല്യമായ, ഒരു യുണീക്ക് ആയിട്ടുള്ള അതുല്യമായ ഒരു കൾച്ചർ കൊണ്ടുവന്ന ആൾക്കാരാണ് അറബ്സ്. ദേ ഹാഡ് ആൻ എഫിഷ്യൻറ്റ് ഗവൺമെൻറ്. അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. എ പോസ്റ്റൽ സിസ്റ്റം. അവർക്ക് ഒരു പോസ്റ്റൽ സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? ആൻഡ് എ ടാക്സ് കളക്ഷൻ സിസ്റ്റം. അതുപോലെ തന്നെ നികുതിയൊക്കെ കളക്ട് ചെയ്യാനുള്ള, ശേഖരിക്കാനുള്ള ഒരു സിസ്റ്റവും അവർക്ക് ഉണ്ടായിരുന്നു. They were able to achieve a lot of progress in the field of education. വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് ഒരുപാട് പുരോഗതികൾ, ഒരുപാട് പ്രോഗ്രസ് അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. They were able to achieve a lot of progress in the field of education. The universities in Baghdad
ദമാസ്കസ്, കൈറോ, കൊർദോബ ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ്. അവരുടെ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ചെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളുകളാണ് നമുക്ക് കാണാൻ പറ്റുന്ന കുറേയധികം യൂണിവേഴ്സിറ്റികൾ. ഏതൊക്കെയാണ്? ബാഗ്ദാദ്, ദമാസ്കസിലേത്, കൈറോ, കൊർദോബ, ഇതൊക്കെയാണത്. It was the Arabs who contributed algebra and Arabic numerals to the world. ലോകത്തിന് ഓൾജബ്ര എന്ന് പറയുന്നൊരു സംഭവവും അതുപോലെ തന്നെ അറബിക് ന്യൂമറൽസും സംഖ്യകളും ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? അറബ്സ് ആണ്. ഓക്കെ, ദ അറബ്സ് വെർ, അല്ലെങ്കിൽ ഇറ്റ് വാസ് ദ അറബ്സ് ഹു കോൺട്രിബ്യൂട്ടഡ് ഓൾജബ്ര. ഓൾജബ്ര നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഓൾജബ്ര നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മളൊരു നമ്പറിന് പകരം നമ്മൾ അവിടെ ഇപ്പോൾ അറിയാത്തൊരെണ്ണമാണെങ്കിൽ ലെറ്റ് എക്സ് ബി ദ നമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യില്ലേ? അതാണ് ഈ ഓൾജബ്ര എന്ന് പറയുന്നത്, അല്ലേ? പിന്നെതാ A² പ്ലസ് B², അങ്ങനെ ഓൾജബ്ര ഉണ്ട്. അതുപോലെ അറബിക് ന്യൂമറൽസ് ടു ദ വേൾഡ്. അറബിക് ന്യൂമറൽസ് എണ്ണൽ സംഖ്യകളും നൽകിയത് ആരാണ്? അറബ്സ് ആണ്. Zero, which was the contribution of India, was spread to the whole world by the Arabs. ഇന്ത്യയിലെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള, ഇന്ത്യയുടെ സംഭാവനയായിട്ടുള്ള സീറോ കണ്ടുപിടിച്ചത് ആരാണ്? ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയുടെ സംഭാവനയായിട്ടുള്ള ഇതിനെ ലോകമെമ്പാടും അറിയിച്ചത് ആരാണ്? അറബ്സ് ആണ്. The Arabs were also the inventors of many chemical processes in chemistry. കെമിസ്ട്രിയിലെ പല പ്രോസസ്സുകളുടെ രാസമാറ്റങ്ങളുടെയും കണ്ടുപിടിച്ചവർ ആരാണ്? അറബ്സ് തന്നെയാണ്. They were also inventors of optics. അതായത് നമ്മുടെ കാഴ്ചശക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും കണ്ടുപിടുത്തൽ ആരായിരുന്നു? അറബ്സ് ആയിരുന്നു. They had knowledge about tuberculosis, smallpox, stomach cancer and plague. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ട്യൂബർകുലോസിസ്, സ്മോൾ പോക്സ്, സ്റ്റൊമക് ക്യാൻസർ, പ്ലേഗ്. ഓക്കെ, ഇതിനെ പറ്റിയൊക്കെ അവർക്ക് അറിവുണ്ടായിരുന്നു. അവർ ഭയങ്കര പണ്ഡിതന്മാരായിരുന്നു. The 1001 Nights is a famous book in Arabic literature. അറബിക് ലിറ്ററേച്ചറിലെ ഫേമസ് ബുക്ക് ഏതാണ്? 1001 Nights. 1001 Nights, 1001 രാവുകളോ അങ്ങനെ എന്തോ. The 1001 Nights എന്ന് പറയുന്ന ബുക്ക് അറബിക് ലിറ്ററേച്ചറിൽ വലിയ സ്ഥാനം പിടിച്ചൊരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം. അറബ് പീപ്പിളിൻ്റെ കാര്യങ്ങൾ. ലോക ചരിത്രത്തിൽ അറബികൾക്ക് ഭയങ്കര പങ്കുണ്ട്. അവർ വെറും ഭരണാധികാരികൾ മാത്രമല്ല, സംസ്കാരവും അറിവും ഒക്കെ ലോകത്തിന് പകർന്നു തന്ന ഒരു ജനത തന്നെയാണ് അവർ. അറബികൾക്ക് സ്വന്തമായിട്ടുള്ളൊരു സംസ്കാരം തന്നെ ഉണ്ട്, അല്ലേ? അവർക്കൊരു യുണീക്കായിട്ടുള്ളൊരു കൾച്ചറുണ്ട്, അത് ക്രമീകരിച്ച ഒരു സംസ്കാരമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നന്നായി പ്രവർത്തിച്ച ഒരു ഭരണ സംവിധാനം ഉണ്ടല്ലേ? എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ഉണ്ട്. അതുപോലെ തന്നെ തപാൽ സംവിധാനം, ഒരു പോസ്റ്റൽ സിസ്റ്റം ഉണ്ട് അവർക്ക്. പിന്നെ ടാക്സ് കളക്ഷൻ സിസ്റ്റം, നികുതി പിരിവിൻ്റെ സംവിധാനം, ടാക്സ് കളക്ഷൻ സിസ്റ്റം അവർക്കുണ്ട്. They were able to achieve lot of progress in the field of education. അതായത് വിദ്യാഭ്യാസ രംഗത്തും അറബികൾ വളരെ മുന്നേറി നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ബാഗ്ദാദ്, ദമാസ്കസ്, കൈറോ, കോർദോബ എന്നിവിടങ്ങളിലൊക്കെ സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റീസ് ഇതിന് നല്ല ഉദാഹരണങ്ങളാണല്ലേ? അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഈ നഗരങ്ങളിൽ വിദ്യയുടെ കേന്ദ്രങ്ങളായിട്ട് തന്നെ മാറി. ഗണിതശാസ്ത്രത്തിൽ, അൽജബ്രയിൽ, അറബി അക്കങ്ങളുടെ ഇതൊക്കെ ലോകത്തിന് നൽകിയത് അറബികളാണ്. ഇന്ത്യയിലുണ്ടായിരുന്ന 0 എന്ന് പറയുന്ന, 0 എന്ന് പറയുന്ന നമ്പറിനെ എല്ലായിടത്തേക്കും പ്രചരിപ്പിച്ചത് അവരാണ്. അതുപോലെ തന്നെ രസതന്ത്രം, അതായത് നമ്മുടെ കെമിസ്ട്രിയിലെ പല രാസപ്രക്രിയകളെക്കുറിച്ചും അറബികളാണ് പഠനം നടത്തിയത്. പിന്നെ പല
ശാസ്ത്രങ്ങളെ പറ്റി, ഒപ്റ്റിക്സിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രകാശ ശാസ്ത്രമായിട്ടുള്ള ഒപ്റ്റിക്സിനെ പറ്റിയിട്ടുള്ള വികസനങ്ങളൊക്കെ നടത്തിയത് അവരാണ്. പിന്നെ വൈദ്യശാസ്ത്രത്തിൽ, അതായത് എന്താ പറയുന്നത്, they had knowledge about tuberculosis, smallpox, stomach cancer and plague. ഇങ്ങനെ പല പല രോഗങ്ങളെ പറ്റി, അതിനെപ്പറ്റി നല്ല രീതിക്ക് അവർക്ക് അറിയായിരുന്നു. പിന്നെ അറബി സാഹിത്യത്തിലെ ഒരു പ്രശസ്തമായ കൃതിയാണ് 1001 രാവുകൾ. ഇത് അറബിക് സംസ്കാരത്തിൻ്റെ ഒരു വലിയ സംഭാവന തന്നെയാണ്. ഇതൊക്കെയാണ് ലോകത്തോടുള്ള അറബികളുടെ പ്രധാന സംഭാവനകൾ. ഇനി നമുക്ക് മറ്റു മേഖലകളിലേക്ക് സംഭാവനകളും ഒക്കെ നോക്കാം. മറ്റു മേഖലകളും അതിൻ്റെ സംഭാവനകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? സയൻറ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലിറ്ററേച്ചറർ അതിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഫീൽഡ് തന്നിട്ടുണ്ട്, ബുക്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ബോക്സിലുള്ള പേരുകൾ നോക്കാം. അൽ റാസി, ഇബൻ സിന, അൽ ബിറൂണി, ഉമർ ഖായം, ഫിർദൗസി. ഇവരൊക്കെയാണ് ആദ്യത്തെ ബോക്സിലുള്ളത്. ഫീൽഡ് എന്ന് പറയുന്ന ഭാഗത്തുള്ളത് മെഡിസിൻ, ജിയോളജി, ലിറ്ററേച്ചർ. ബുക്സിൻ്റെ സ്ഥാനത്തുള്ളത് കിതാബ് അൽ ഹാവി, അൽ ഖാനുൻ ഫിത്താബ്, താക്കിദ് മാലിൽ ഹിന്ദ്, റുബയ്യത്ത്, ഷഹനാമ. അപ്പോൾ ഇതൊക്കെയാണ് ഏത് ബുക്സ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത്രയധികം ഫേമസ് ആയിട്ടുള്ള ബുക്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ലാസ്സിലും നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ചെറിയ രീതിയിലുള്ള പഠനങ്ങളൊക്കെ നടത്തുന്ന കാര്യമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ നോക്കിയല്ലോ. ഈ ഒരു ഇതിൽ പേര്, പിന്നെ അവർ പ്രവർത്തിച്ച ഫീൽഡ്, അവരെഴുതിയ പ്രധാന പുസ്തകമൊക്കെയാണല്ലോ തന്നിട്ടുള്ളത്. വലിയ ഡൗട്ടൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കെ ആവശ്യം വരും. ചിലപ്പോൾ അത് മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യനായിട്ടൊക്കെ വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഇപ്പം ഫീൽഡ് എന്ന ഭാഗം വായിച്ച് നോക്കിയാൽ ഇപ്പം അൽ റാസിയും ഇബൻ സിനയും മെഡിസിൻ രംഗത്തല്ലേ, പിന്നെ അൽ ബിറൂണി ജിയോളജി രംഗത്താണ്, അങ്ങനെ പലര് ഇതിലാണ്. ഉമർ ഖയാമും പിന്നെ ഫിർദൗസി സാഹിത്യ രംഗത്താണ്. അങ്ങനെ ബുക്സ് എന്ന ഭാഗം നമുക്ക് ഇനി ഒന്ന് നോക്കാം. അൽ റാസി എഴുതിയ പ്രധാന ഗ്രന്ഥമാണ് കിതാബ് അൽ ഹാവി. ഇബൻ സിന അല്ലെങ്കിൽ അവിസന എഴുതിയത് ഏതാണ്? അൽ ഖാനുൻ ഫിത്തിബ്. പിന്നെ അൽ ബിറൂണിയുടെ കൃതി എന്താണ്? തഖീഖ് മാലിൽ ഹിന്ദ്. പിന്നെ ഉമർ ഖയാമിൻ്റേത് റുബായത്താണ്. ഫിർദൗസിയുടെ ഷഹനാമയാണ്. ഇങ്ങനെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഈ 5 വ്യക്തികളും അവരുടെ പ്രവർത്തിച്ച ഫീൽഡുകളും അവരുടെ പ്രധാന ഗ്രന്ഥങ്ങളുമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം. ഉറപ്പായിട്ടും അത് പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. മംഗോൾ എംപയർ. The Mongols were a nomadic tribe that lived in the eastern part of the Central Asia. This tribe traveled on horseback in search of pastures during the day and lived in tents at night. Genghis Khan united the various Mongol tribes which had been fighting each other for a long time and laid the foundation of the Mongol Empire. His real name was Temujin. The name Genghis Khan was given to him by the Mongol Tribal Council. The capital of the Mongols was Karakoram. Genghis Khan started a postal system to connect different parts of the country. This was known as Yam. Postal system was known as Yam. Horses were used for the efficient functioning of this system. He also introduced a code of law called Yasa. ഓക്കെ, എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. മംഗോൾ എംപയറിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. മംഗോൾ എംപയർ. മംഗോൾസ് വേറെ നൊമാഡിക് ട്രൈബ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കാതെ അവിടെ എവിടെയാണ് ഒരു സ്ഥലം കാണുന്നത് അവിടെ താമസിച്ചുകൊണ്ട് അവരിങ്ങനെ മാറി മാറിയാണ്
താമസിക്കുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഇന്ന് ഇവിടെയാണെങ്കിൽ വേറൊരു ദിവസം വേറൊരു സ്ഥലത്തായിരിക്കും അവർ താമസിക്കുന്നത്. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് നൊമാഡിക് എന്ന് പറഞ്ഞാൽ. നൊമാഡിക് ട്രൈബ് ആയിരുന്നു, ഗോത്രവർഗ്ഗക്കാരായിരുന്നു ആര്, മൊങ്കോൾസ് എന്ന് പറയുന്നത്. അവർ സെൻട്രൽ ഏഷ്യയുടെ കിഴക്കു ഭാഗത്ത് ഈസ്റ്റേൺ പാർട്ടിൽ താമസിച്ചിരുന്നവരാണ്. This tribe traveled on a horseback in search of pastures during the day. പകൽ സമയത്ത് ഇവരെന്ത് ചെയ്തിരുന്നു? പാസ്റ്റേഴ്സ് അന്വേഷിച്ച്, അതായത് മേച്ചിൽപ്പുറങ്ങളൊക്കെ അന്വേഷിച്ചിട്ട്, അല്ല പുൽത്തകിടികൾ എന്നൊക്കെ പറയത്തില്ലേ, പാസ്റ്റേഴ്സ് ഇങ്ങനെ അന്വേഷിച്ചിട്ട് അവർ പോയിട്ട് എവിടെ എങ്ങനെ പോകും? ഹോഴ്സ് ബാക്ക്, കുതിരപ്പുറത്ത് പോയി അവർ അന്വേഷിക്കും. എപ്പോൾ? ഡ്യൂറിങ് ദ ഡേ, പകൽ സമയത്ത് അവർ അങ്ങനെ ചെയ്യും. ആൻഡ് ലീവ്ഡ് ഇൻ ടെൻസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ടെൻറ്റുകളിൽ സമയം ചിലവഴിക്കും. ജെൻഘിസ് ഖാൻ യുണൈറ്റഡ് ദ വേരിയസ് മൊങ്കോൾ ട്രൈബ് വിച്ച് ഹാസ് ബീൻ ഫൈറ്റിംഗ് ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം. കുറേ നാളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മൊങ്കോൾ ട്രൈബ്സിനെ ഒരുമിപ്പിച്ചത് ജെൻഘിസ് ഖാനാണ്. ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മൊങ്കോൾ എംപയർ. അങ്ങനെ മൊങ്കോൾ എംപയറിന്റെ ഫൗണ്ടേഷൻ തുടങ്ങുന്നു. ഹിസ് റിയൽ നെയിം വാസ് തെമൂജിൻ. മൊങ്കോൾ എംപയറിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ജെൻഘിസ് ഖാൻ. ജെൻഘിസ് ഖാന്റെ ഒറിജിനൽ പേരാണ് തെമൂജിൻ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ജെൻഘിസ് ഖാൻ എന്ന് പറയുന്ന പേര് വന്നത്? ദ നെയിം ജെൻഘിസ് ഖാൻ വാസ് ഗീവൺ ടു ഹിം ബൈ ദ മൊങ്കോൾ ട്രൈബൽ കൗൺസിൽ വഴിയാണിത് കിട്ടിയത്. ദ ക്യാപിറ്റൽ ഓഫ് മൊങ്കോൾ വാസ് കാരക്കോറം. മൊങ്കോളിന്റെ ക്യാപിറ്റൽ ഏതാണ്? കാരക്കോറമാണ്. ജെൻഘിസ് ഖാൻ സ്റ്റാർട്ടഡ് എ പോസ്റ്റൽ സിസ്റ്റം ടു കണക്ട് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി. ജെൻഘിസ് ഖാൻ ഒരു പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാണ്? കൺട്രിയുടെ പല ഭാഗങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ എങ്ങനെ വിളിക്കുന്നു? ദിസ് വാസ് നോൺ ആസ് യാം. ഇതിനെ എങ്ങനെ അറിയപ്പെടുന്നു? ദിസ് വാസ് നോൺ ആസ് യാം എന്ന് അറിയപ്പെടുന്നു. ഹോഴ്സസ് വെർ യൂസ്ഡ് ഫോർ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ദിസ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിൻ്റെ നല്ല രീതിക്കുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കുതിരകളെ അവർ ഉപയോഗിച്ചിരുന്നു. ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് എ കോഡ് ഓഫ് ലോ കോൾഡ് യാസ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഫസ്റ്റ് പാർട്ടി പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു കോഡ് ഓഫ് ലോ. ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അതിൻ്റെ 3 പാർട്ട്, ഡൈജസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചല്ലേ, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് നോക്കിയായിരുന്നു. അതുപോലെ തന്നെ ഒരു കോഡ് ഓഫ് ലോ ആണ് ഇദ്ദേഹത്തിൻ്റെ, ജെൻഘിസ് ഖാൻ്റെ കോഡ് ഓഫ് ലോ ആണ് യാസ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അത്ര നേരം ശരിയായോ? ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു വട്ടം വായിച്ചു, ഒരു വട്ടം അർത്ഥം പറഞ്ഞു, ഇനി ഒന്നൊന്ന് റിവേഴ്സും കൂടെ ചെയ്താൽ നമുക്ക് ഈ ഒരു ഭാഗം ക്രിസ്റ്റൽ ക്ലിയർ ആവും. നോക്കാം. The Mongols were a nomadic tribe. ഇതൊട്ടും കാണില്ല അല്ലേ? ഇതൊട്ടും കാണില്ല, ഇച്ചിരി കൂടെ കളർ വേണം തോന്നുന്നു. Mongols were a nomadic tribe. Mongols എങ്ങനത്തെ ട്രൈബ്സ് ആയിരുന്നു? നൊമാഡിക് ട്രൈബ്സ് ആയിരുന്നു. മൊങ്കോൾസ് എങ്ങനത്തെ ട്രൈബ്സ് ആയിരുന്നു? നൊമാഡിക് ട്രൈബ്സ് ആയിരുന്നു. That lived in the eastern part of the Central Asia. സെൻട്രൽ ഏഷ്യയുടെ ഈസ്റ്റേൺ പാർട്ടിലാണ് അവർ താമസിച്ചത്. This tribe traveled on horseback in search of pastures during the day. ഡേ ടൈമിൽ പാസ്റ്റേഴ്സ് അന്വേഷിച്ച് ഹോഴ്സ് ബാക്കിൽ അവർ പോകുന്നു. പിന്നെ രാത്രിയിലോ നൈറ്റിൽ ടെൻറ്റിലൊക്കെയാണ് അവർ സമയം ചിലവഴിക്കുന്നത്. ജെൻഘിസ് ഖാൻ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അവരെയും ഒരുമിച്ചു അല്ലേ, വേരിയസ് മൊങ്കോൾ ട്രൈബ്സിനെ ഒരുമിപ്പിച്ചു.
ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മൊങ്കോൾ എംപയർ. മൊങ്കോൾ എംപയറിൻ്റെ ആ ഒരു അടിത്തറ പാകി. പിന്നെ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരിതാണോ? അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരിതാണോ? അല്ല അല്ലേ. ശരിക്കുള്ള പേരെന്താണ്? തെമൂജിൻ എന്നാണ് ഒറിജിനൽ പേര്. അപ്പം ജെൻകിസ് ഖാൻ്റെ ഈ പേര് ആരാണ് കൊടുത്തത്? മൊങ്കോൾ ട്രൈബൽ കൗൺസിലാണ് ഈ നല്ലൊരു ജെൻകിസ് ഖാൻ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തത്. ഇനിയും മൊങ്കോളിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? കാരക്കോറമാണ്. ജെൻകിസ് ഖാൻ എന്ത് തുടങ്ങി? ഒരു പോസ്റ്റൽ സിസ്റ്റം, ഒരു തപാൽ സേവനം തുടങ്ങി. എന്തിനു വേണ്ടിയാണ്? ടു കണക്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ കൺട്രി. കൺട്രിയുടെ പല ഭാഗങ്ങളും ഒരുമിപ്പിക്കാൻ. ഈ ഒരു പോസ്റ്റൽ സിസ്റ്റത്തിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? യാം എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. യാം എന്ന പേരിലാണ്. ഹോഴ്സസ് വെർ യൂസ്ഡ് ടു എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്. ഹോഴ്സിനെ എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഈ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് എ കോഡ് ഓഫ് ലോ. കോഡ് ഓഫ് ലോ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് യാസ. ഇത്രയാണ് പറയുന്നത്. ഇനി നമുക്ക് മാലി എംപയറൂടെ നോക്കാം. മാലി എംപയർ. The Mali Empire was a famous empire that flourished in the western part of Africa. ആഫ്രിക്കയുടെ വെസ്റ്റേൺ പാർട്ടിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോറിഷ് ആയിട്ടുള്ള ഒരു ഫേമസ് എംപയറാണ് മാലി എംപയർ. The most powerful ruler of this empire was മൻസാ കങ്കൻ മൂസ. മൻസാ കങ്കൻ മൂസ അദ്ദേഹമാണ് ഈ ഒരു എംപയറിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത്. നോളജ് അബൌട്ട് മാലി. മാലിയെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നോളജ് അബൌട്ട് മാലി, ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ റിച്ചസ്റ്റ് കൺട്രിയായ മാലിയെ പറ്റിയുള്ള അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? ആരിൽ നിന്ന് കിട്ടി? ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇബൻ ബത്തൂത. ട്രാവലർ ആയിട്ടുള്ള ഇബൻ ബത്തൂതയിൽ നിന്നാണ് നമുക്കത് കിട്ടിയത്. മൻസാ കങ്കൻ മൂസ എൻകറേജ്ഡ് എഡ്യൂക്കേഷൻ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്. 3 കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? മോസ്റ്റായിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, ആർട്ട്, ക്രാഫ്റ്റ്സ് എന്നീ കാര്യങ്ങൾ. The southern part of the country was famous for its gold deposit and the northern part of it salt deposit. സദേൺ ഭാഗത്ത് എന്തിനെ പറ്റിയാണ് അറിയാവുന്നത്? അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് എന്തിനെ പറ്റിയാണ്? ഗോൾഡ് ഡെപ്പോസിറ്റിനെ പറ്റിയും അതുപോലെ നോർത്തേൺ പാർട്ടിൽ അതിൻ്റെ സോൾട്ട് ഡെപ്പോസിറ്റിനെ പറ്റിയുമാണ് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഗാവോ, ജെന്നി ആൻഡ് ടിംബുക്തു വേർ ദ ഫേമസ് സിറ്റീസ് ഇൻ ദിസ് എംപയർ. മാലി എംപയറിലെ ഫേമസ് സിറ്റീസ് ഏതൊക്കെയാണ്? ഗാവോ, ജെന്നി, ടിംബുക്തു. ടിംബുക്തു വാസ് ദ സെൻറ്റർ ഓഫ് ട്രേഡ് ആസ് വെൽ ആസ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെയും ട്രേഡിൻ്റെയും ഒക്കെ സെൻറ്റർ ഏതാണ്? ടിംബുക്തു ആണ്. ദ ഗ്രേറ്റ് മോസ്ക് ഇൻ ടിംബുക്തു വാസ് എ സെൻറ്റർ ഓഫ് ഇസ്ലാമിക് ലേണിംഗ്. ഇസ്ലാമിക് പഠനത്തിൻ്റെ ഒരു സെൻറ്റർ എവിടെയാണ്? ടിംബുക്തുവിലുള്ള മോസ്കാണ്. മെനി സ്കോളേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് കെയിം ടു ടിംബുക്തു. ടിംബുക്തുവിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരും വരാറുണ്ട്. ആരാ വരാറുള്ളത്? സ്കോളേഴ്സ്, പണ്ഡിതന്മാർ വരാറുണ്ട്. ഇത്രയുമാണ് മാലി എംപയറിനെ പറ്റിയിട്ട് പറയുന്നത്. നോക്കിക്കേ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാലി എംപയർ എന്ന് പറയുമ്പോൾ ഈ ഒരു പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. മാലി, ടിംബുക്തു, ഗാവോ, ജെന്നി ഇത്രയും സ്ഥലമുള്ള ഒരു കുഞ്ഞിതായിരുന്നു മാലി എംപയർ. അത്യാവശ്യം നല്ല രീതിക്ക് ഫേമസ് ആയിരുന്നു. പിന്നെ വെസ്റ്റേൺ പാർട്ട് ഓഫ് ആഫ്രിക്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? മൻസാ കങ്കൻ മൂസയാണ് പവർഫുൾ റൂളർ എന്ന് പറയുന്നത്. പിന്നെ മാലി ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ആഫ്രിക്ക. അതിനെ പറ്റിയുള്ള നോളജ്, അറിവ് നമുക്ക് ആരിൽ നിന്നാണ് കിട്ടിയത്? ഇബൻ ബത്തൂത എന്ന് പറയുന്ന ട്രാവലറിൽ നിന്നാണ് കിട്ടിയത്. മൻസാ കങ്കൻ മൂസ എൻകറേജ്ഡ് എഡ്യൂക്കേഷൻ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്. വിദ്യാഭ്യാസം, ആർട്സ്, പിന്നെ ക്രാഫ്റ്റ്സ് ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? മൻസാ കങ്കൻ മൂസയാണ്. ഇനിയും സദേൺ പാർട്ട് ഓഫ് ദ കൺട്രി എന്തിനാണ് ഫേമസ്? ഗോൾഡ് ഡെപ്പോസിറ്റ്. പിന്നെ നോർത്തേൺ പാർട്ടോ സോൾട്ട് ഡെപ്പോസിറ്റ്. ഗാവോ, ജെന്നി, ടിംബുക്തു ഇതൊക്കെയാണ് ഫേമസ് സിറ്റീസ്. ടിംബുക്തു എന്തായിരുന്നു? ട്രേഡിൻ്റെ, എഡ്യൂക്കേഷൻ്റെ ഒക്കെ സെൻറ്റർ ആയിരുന്നു. ഇനി ഗ്രേറ്റ് മോസ്ക് ഇൻ ടിംബുക്തു
അതെന്തായിരുന്നു? ഇസ്ലാമിക് ലേണിങ്ങിൻ്റെ സെൻ്റർ ആയിരുന്നു. പിന്നെ പല പണ്ഡിതന്മാരും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എവിടേക്ക് വരും? ടിംബുക്തുവിലേക്ക് വരും. ഇത്രയും കാര്യങ്ങളാണ് മാലി എംപയറിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തുകൂടെ പോവാം. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആവും. ഓക്കെ, നമുക്ക് അണ്ടർലൈൻ ചെയ്തു പോവാം. എവിടെയായിരുന്നു ഉള്ളത്? വെസ്റ്റേൺ പാർട്ട് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ വെസ്റ്റേൺ പാർട്ടിൽ മോസ്റ്റ് പവർഫുൾ റൂളർ ആരായിരുന്നു? മൻസ കങ്കൻ മൂസയായിരുന്നു. നോളജ് അബൌട്ട് മാലി, റിച്ചസ്റ്റ് കൺട്രി ഇൻ ആഫ്രിക്ക എവിടെ നിന്ന് കിട്ടി? ഇബൻ ബത്തൂതയിൽ നിന്ന് കിട്ടി. മൻസ കങ്കൻ മൂസ എന്ത് എൻകറേജ് ചെയ്തു? എഡ്യൂക്കേഷൻ, ആർട്ട്, പിന്നെ ക്രാഫ്റ്റ്. സദേൺ പാർട്ട് എന്തിനായിരുന്നു ഫേമസ്? ഗോൾഡ് ഡെപ്പോസിറ്റിന്. നോർത്തേൺ പാർട്ട് എന്തിനായിരുന്നു ഫേമസ്? സോൾട്ട് ഡെപ്പോസിറ്റിന്. ഇനി ഫേമസ് സിറ്റീസ് ഏതൊക്കെയാണ്? ഗാവോ, ജെന്നി ആൻഡ് ടിംബുക്തു. അതൊക്കെയായിരുന്നു ഫേമസ് സിറ്റീസ്. ടിംബുക്തി എന്തായിരുന്നു? ട്രേഡിൻ്റെ എഡ്യൂക്കേഷൻ്റെ സെൻറ്റർ ആയിരുന്നു. പിന്നെ ടിംബുക്തുവിലെ ഗ്രേറ്റ് മോസ്ക് ഇസ്ലാമിക് ലേണിങ്ങിൻ്റെ സെൻറ്റർ ആയിരുന്നു. ഇനി പല സ്കോളേഴ്സ് എങ്ങോട്ട് വരും? ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ടിംബുക്തുവിലേക്ക് വരും എന്നുള്ള കാര്യം വരെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനിയും തേർഡ് പാർട്ടിലായിരിക്കും നമ്മൾ സിവിലൈസേഷൻസ് ഇൻ ആഫ്രിക്ക എന്ന് പറയുന്ന ഭാഗം പഠിപ്പിക്കുന്നത്. അതുകൂടെ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും. ഒരു പേജ് കൂടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു പേജ് കൂടെ ഉണ്ട്. ഓക്കെ, ഇൻകാസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയും. പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അതൊരു അഗ്രികൾച്ചർ അങ്ങനെ എന്തോ ബേസ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചേക്കുക, എളുപ്പമാവും. ഓൾ ദ ബെസ്റ്റ്, ബൈ.